ഹായ് ഹലോ മിച്ചൂസ് ഗാർഡന്റെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇന്നത്തെ വീഡിയോ ഒരു കോംബോ ഓഫർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ മാത്രമേ കോംബോ എന്താണെന്നും കോംബോയുടെ പ്രൈസ് എന്താണെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. മറ്റെവിടെയും കിട്ടാത്തത്രയും നല്ല അടിപൊളി കോംബോ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കോംബോയുടെ പ്രത്യേകത, നമുക്ക് ആ ഒരു കോംബോ പ്ലാൻസ് ഒറ്റ കോംബോ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടാൽ യാതൊരു നഷ്ടമില്ല, നിങ്ങൾക്ക് അടിപൊളി റീസണബിൾ പ്രൈസ് വിത്ത് അടിപൊളി റെയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോയാണ് കേട്ടോ. അപ്പോൾ കോംബോ വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് നിറയെ പൂത്ത് നിൽക്കുന്ന ബൊഗെയിനില കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പൂക്കളുടെ കാലമാണല്ലേ, എല്ലാവരും അഡീനിയം പൂക്കളും ബൊഗെയിനില പൂക്കളുടെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറക്കണ്ട, നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് എല്ലാം ഒരുപാട് ഇവിടെ സെയിലിനായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ബൊഗെയിനില സെയിലായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും ഇടാത്തത്. അഗ്ലോണിമ പ്ലാന്റ്സ് കസ്റ്റമേഴ്സ് മറക്കരുത്, നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സൂപ്പറായിട്ടുള്ള അടിപൊളി ഒരു എന്താണ് തിക്കായിട്ടില്ല കാണാതെ പൂണ്ടാകുന്ന സക്കുര ബെല്ലാക്കാൻ്റെ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റൊക്കെ അത്യാവശ്യം നല്ല വലിയ ചട്ടി നിൽക്കുന്ന വലിയ ചെടികളാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് സൈസ് ചെടി നമ്മൾ 1900 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമുക്ക് ഹാങ് ചെയ്ത് ഇടാവുന്ന പ്ലാന്റ് ആണ്. നിങ്ങൾക്കൊരു ഹാങ്ങിങ് പോട്ടിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഹാങ് ചെയ്ത് ഇടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നോക്കുക, സക്കുറയുടെ തന്നെ പ്ലാന്റ് കുറച്ചും കൂടി സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് ഇട്ടപ്പോൾ കളർ നല്ലപോലെ കയറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് രണ്ടും ഒരുമിച്ച് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഡിഫറൻസ്. ഇതിന് കുറച്ചും കൂടി പിങ്ക് ഷെയ്ഡ് കൂടി നിൽക്കുന്നു, ഇതിന് കുറച്ച് പീച്ചാണ് കയറി വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സൺലൈറ്റിന്റെ ഡിഫറൻസ് അനുസരിച്ച് ചിലപ്പോൾ ഫ്ലവേഴ്സിന്റെ കളറ് ലൈറ്റായിട്ടും ഡീപ്പായിട്ടും വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് ഫ്ലവേഴ്സ് തിക്കായിട്ടുണ്ടാകാൻ മാത്രമല്ല, ഞാനിങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ഇതിന്റെ ഫ്ലവേഴ്സ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും പ്ലാന്റ്സ്. പിന്നെ നിറയെ പൂത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ പോകും. അത് മാത്രമല്ല, പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ചെടികൾക്ക് അധികം വെള്ളം വേണ്ട എന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. ഞാനീ പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ബൊഗെയിനില പരിചരിക്കുന്ന ആളുകൾക്കാർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരണം കേട്ടോ. കാരണം നമ്മൾ വലിയ ബൊഗെയിൻവില്ല ഒന്ന് സെയിൽ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അറിയത്തില്ല. അപ്പോൾ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് എൻക്വയറി നടത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു തന്നാണ് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നനയ്ക്കരുതെന്ന്. അപ്പോൾ അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സക്കുറയുടെ ഈ ഒരു സൈസ് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിക്കായിട്ട് ഫ്ലവേഴ്സോട് കൂടിയ നല്ല പോലെ ലാസ്റ്റ് ചെയ്യും ഇതിൻ്റെ ഫ്ലവേഴ്സ് കേട്ടോ. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം ഇത്രയും ദിവസങ്ങളായി വിരിഞ്ഞിട്ടും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ പുതിയ പൂക്കൾ നിറയെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സക്കുറയുടെ നല്ല അടിപൊളി പ്ലാന്റ്സ് 1900 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ഇട്ടിരിക്കുന്നത്. സിംഗിൾ പ്ലാന്റിന് സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി നമ്മളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത്ര വലിയ പ്ലാന്റാണ് നമ്മൾ 1900 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്താണ് കോംബോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്ലാന്റും കൂടി നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്രിസ പിങ്കിന്റെ നല്ല അടിപൊളി പ്ലാന്റ്. ബ്രിസ വെറൈറ്റി അത്യാവശ്യം റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ്, പക്ഷെ നമ്മൾ നല്ല ബെസ്റ്റ് പ്രൈസിനാണ് ബ്രിസ പിങ്കിന്റെ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് കൊടുക്കുന്നത്. 1200 രൂപയ്ക്ക് നിറയെ വലിയ ചെടി, നല്ല ഹെൽത്തി ആയിട്ടുള്ള. ഇതിന്റെ ലീഫിനും ഭയങ്കര ഒരു ഡാർക്ക് ഗ്രീൻ ആണ്. ഫ്ലവേഴ്സ് നല്ല അടിപൊളി ഫ്ലവേഴ്സാണ്, പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ബ്രിസ പിങ്കിന്റെ ഈ ഒരു പ്ലാന്റ് സൈസ് 1200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇനി ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. സൺറൈസ് വൈറ്റിന്റെ പ്ലാന്റ് ഒക്കെ നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിനു മുമ്പ് നമുക്ക് കോംബോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഈ കോംബോയാണ്. നോക്കിക്കോളൂ, നല്ല അടിപൊളി സൂപ്പർ കോംബോ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ കോംബോയിലെ ഓരോ പ്ലാന്റ്സും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കോംബോ നമുക്ക് ഒറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു ഡസൻ പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് നമ്മൾ ഈ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഡസൻ 12 പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. 12 ഡിഫറെന്റ് ഐഡിയയിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള 12 വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ട്വിസ്റ്റഡ് റെഡ്, ഈ ട്വിസ്റ്റഡ് റെഡൊക്കെ ഈ ഒരു കവറിലാണെങ്കിലും പ്ലാന്റ് വലുതാണ്, അടിപൊളി ചെടിയാണ്. ഈ ട്വിസ്റ്റഡ് റെഡ് നല്ല ഡാർക്ക് റെഡ്, അത്രയ്ക്കും ഡാർക്ക് റെഡാണ്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയിട്ടോ നേരിട്ട് ഇതിന്റെ കളർ കാണാനായിട്ട് നല്ല കുങ്കുമ കളറിൽ നല്ല അടിപൊളി ചുവപ്പ് കലർത്തിട്ടുള്ള ഒരു റെഡാണ് കേട്ടോ. ഈ പ്ലാന്റൊക്കെ സിംഗിൾ പ്ലാന്റ് വരെ 750 രൂപയ്ക്കാണ് കേട്ടോ ഓരോരുത്തർ സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിന്റെ തന്നെ വലിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് 1000 രൂപയ്ക്കാണ്. വലിയ പോട്ടിലുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് 1000 റുപ്പീസിനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോംബോയിലെ പ്ലാന്റ്സ് നമുക്ക് കണ്ടാലോ. ഇത് ഇന്നത്തെ കോംബോയിലുള്ള ഒരു അടിപൊളി റെയർ വെറൈറ്റിയാണ്. ലീഫ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ഇത്. പാർത്ഥസാരഥി പീച്ച് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. പാർത്ഥസാരഥി പീച്ച് പാർത്ഥസാരഥിയുടെ പീച്ച് ഫ്ലവേഴ്സോട് കൂടിയ ഒരു റെയർ വെറൈറ്റി ഹൈബ്രിഡ് ആണ് കേട്ടോ. ഇത് നോക്കുക, ഒരു നാരോ ഷേപ്പ് ഫ്ലവേഴ്സ് ആണുള്ളത്. നമുക്ക് പാർത്ഥസാരഥിയുടെ പിങ്കും പീച്ചും നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡഡ് ആണ്. ലീഫും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പാർത്ഥസാരഥിയുടെ ഒരു പ്ലാന്റ് നമ്മൾ ഈ കോംബോയിൽ. പാർത്ഥസാരഥി പീച്ചാണ്, പിങ്ക് അല്ല, ഇത് പീച്ചാണ് കേട്ടോ. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ള കോംബോയിലുള്ള ഒരു അടിപൊളി റെയർ വെറൈറ്റിയാണ് താങ്ലോങ്ങിന്റെ വയലറ്റ്. താങ്ലോങ് വയലറ്റ് ഫ്ലവേഴ്സോട് കൂടി താങ്ലോങ്ങിന്റെ വയലറ്റ് ഫ്ലവറിന്റെ ചെടിയുണ്ട്. അതുപോലെ താങ്ലോങ്ങിന്റെ പീച്ച് ചെടിയുടെ സൈസ് നമ്മൾ വീഡിയോയിൽ പ്രത്യേകം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ സൈസ് എല്ലാം കണ്ടിട്ട് പൂർണ്ണ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം വാങ്ങുക. പ്ലാന്റ് കൈ കിട്ടിയിട്ട് ചെറുതായി പോയി എന്നൊന്നും പറയരുത്. നമ്മൾ പ്ലാന്റ്സിന്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട്. വലിയ കവറും നോർമൽ കവറ്, ചട്ടി, അങ്ങനെ എല്ലാത്തിലും നമ്മൾ പ്രൊപ്പഗേഷന് സൗകര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന രീതിയിലെല്ലാം ഈ സെയിം കോമ്പാണ് നമുക്ക് തരുന്നത്, നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അതുകൊണ്ട് അയ്യോ ചെറുതായി പോയി എന്നൊന്നും കമന്റ് പറയരുത്. പ്ലാന്റ് കണ്ട് നല്ല തൃപ്തിയായെങ്കിൽ മാത്രമേ നമ്മൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ റെഡ് ബ്യൂട്ടി ട്വിസ്റ്റഡ് കണ്ടല്ലോ അല്ലെ, നല്ല അടിപൊളിയാണ്. ഒരൊറ്റ പ്ലാന്റ് നമുക്ക് കോമ്പോയിൽ വയ്ക്കാൻ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നോക്കുക, നല്ല സൂപ്പർ കളറാണ് കേട്ടോ. ഇത് സിംഗിൾ പ്ലാന്റ് തന്നെ ഒരു 750 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് കണ്ടല്ലോ, ഈ ട്വിസ്റ്റഡ് പാർത്ഥസാരഥി ട്വിസ്റ്റഡിന്റെ നല്ലൊരു വെറൈറ്റി ഉണ്ട്. അതുപോലെ ഹവായി വൈറ്റ് നമുക്കറിയാം, സിംഗിൾ പ്ലാന്റ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റാണ് ഹവായി വൈറ്റ്. ഇനി കോംബോയിലുള്ള ഒരു അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നോക്കുക, ഫ്ലവേഴ്സ് ഒക്കെ ചാടി തുടങ്ങി. വയലറ്റ് താങ്ലോങ് ആണേ. താങ്ലോങ്ങിന്റെ വയലറ്റ് ഫ്ലവറുള്ള ചെടിയാണ്. അത് ഇത്തിരി ചെറിയ ചെടിയാണ് കേട്ടോ. പിന്നെ നമുക്കുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള തുടക്കക്കാരും റെയർ കളക്ട് ചെയ്യുന്നവരും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ഫ്ലെയിം റെഡ് നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡഡ് ആണ്. ഫ്ലെയിം റെഡ് ഒക്കെ പൂത്തു തുടങ്ങി. ഫ്ലെയിം റെഡ് ഒക്കെ അത്യാവശ്യം നല്ല സൈസ് ചെടി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇന്നത്തെ കോംബോയിലെ അടുത്ത ചെടി എന്ന് പറയുന്നത് താങ്ലോങ്ങിന്റെ പീച്ചാണ്. താങ്ലോങ് പീച്ച് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇനിയുള്ള അടുത്തൊരു ചെടി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ, ട്രൈ കളർ ബട്ടർഫ്ലൈ ആണ്. ട്രൈ കളർ ബട്ടർഫ്ലൈയുടെ വലിയ പ്ലാന്റ് നമുക്കിവിടെ ഉണ്ട്, 900 ആണ് കേട്ടോ. ട്രൈ കളർ ബട്ടർഫ്ലൈയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. 900 ആണ് പ്രൈസ് വരുന്നത്. ഫ്ലവർ ഒക്കെ പോയിട്ടുണ്ട്. ഫ്ലവർ ഉള്ള ചെടിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഫ്ലവർ ഒന്ന് നന്നായിട്ട് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ പാർത്ഥസാരഥി പീച്ചിന്റെ ഫ്ലവർ. നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാർത്ഥസാരഥി പീച്ചിന്റെ ഫ്ലവേഴ്സ് ഇതാണ് ട്രൈ കളർ ബട്ടർഫ്ലൈയുടെ ഫ്ലവർ. ഈ സൈസ് പ്ലാന്റ് 900 ആണ്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ വലിയത് വേണ്ടവർക്ക് നമ്മൾ വലിയ പ്ലാന്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോംബോയിലുള്ള മറ്റൊരു പ്ലാന്റ് കാണിച്ചു തരാം. പാർത്ഥസാരഥിയുടെ പിങ്ക് പീച്ച് എടുത്തു. ഇനി പാർത്ഥസാരഥി വെരിഗേറ്റഡ് ലീഫ്. ഇത് ഒരു സമയത്ത് ആളുകൾ ക്രിസ്റ്റീനി എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഐഡി മാറ്റിയൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നൊരു പ്ലാന്റ് ആണ്. അറിയില്ലാത്തവർ ക്രിസ്റ്റീനിയാണെന്ന് പറഞ്ഞ് ഒരുപാട് പോയി പൈസ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വേണ്ടി. അപ്പൊ ക്രിസ്റ്റീനയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പാർത്ഥസാരഥി എന്നാണ് ഐഡി. പാർത്ഥസാരഥിയുടെ പിങ്ക് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. ഇത് നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈ, പിങ്ക് ബട്ടർഫ്ലൈ നമ്മുടെ കോംബോയിലുള്ള മറ്റൊരു പ്ലാന്റ് ആണ് പിങ്ക് ബട്ടർഫ്ലൈ. ഇത് നമ്മുടെ കോംബോയിലുള്ള മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് റൂബി റെഡിന്റെ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സൈസുള്ള ഹെൽത്തി പ്ലാന്റ് ആണ്. ഈ കവറൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്യും കേട്ടോ. ഈ കവറൊക്കെ നിങ്ങൾ DTDC വഴിയാണ് അയക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ കോംബോയിലെ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ലേഡി ബേർഡിന്റെ വൈറ്റ്. ലേഡി ബേർഡ് സാധാരണ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ലേഡി ബേർഡ് ഇങ്ങനെ പിങ്ക് നന്നായിട്ട് കയറി വരും. ഇത് പിങ്ക് ഷെയ്ഡ് കുറഞ്ഞിട്ട് വൈറ്റ് ഫ്ലവേഴ്സ് കൂടി നല്ല അടിപൊളി, നല്ല സുന്ദരിയായ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ലേഡി ബേർഡ് വൈറ്റ്. പിന്നെ ഇന്നത്തെ കോംബോയിലെ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ വയലറ്റ് സെപ്റ്റംബർ. നല്ല അടിപൊളി വലിയ ചെടിയാണ് വയലറ്റ് സെപ്റ്റംബർ. നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. വയലറ്റ് സെപ്റ്റംബറിന്റെ ഈ ഒരു പ്ലാന്റും ഉണ്ട്. അങ്ങനെ 12 ടൈപ്പ് ഡിഫറെന്റ് ആയിട്ടുള്ള
ഇൻക്ലൂഡിങ് റെയർ നിങ്ങൾ സിംഗിൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൈസ് കയറി വരുന്ന രീതിയിൽ നല്ല റെയർ ബൊഗൈൻവില്ല പ്ലാന്റ്സിന്റെ ഈ 12 പ്ലാന്റ്സിനും കൂടി കോംബോ പ്രൈസ് ഇട്ടിരിക്കുന്നത് 3500 പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ. കേരളത്തിലാണെങ്കിൽ നമ്മൾ മാക്സിമം സർവീസ് അവൈലബിൾ ഉണ്ടെങ്കിൽ നമ്മൾ പെറ്റ്സ് വണ്ടി വഴി നമ്മൾ കൊടുത്തു വിടുന്നതാണ്. പെറ്റ്സ് വണ്ടിയിൽ 350 റുപ്പീസാണ് നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന പെറ്റ്സ് വണ്ടിയിലെ ചാർജ് ആവുന്നത് കേട്ടോ. ചില ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് പെർ പ്ലാന്റ് അവർ കൊടുക്കുന്നുണ്ട് 100-നൊക്കെ. അങ്ങനെ കസ്റ്റമറിന്റെ എൻക്വയറി പ്രകാരം ഞാൻ നോക്കിയെങ്കിലും ഇവിടെ അത് റെഡിയായില്ല. അപ്പം 350 രൂപയ്ക്കാണ് നമ്മൾ പെറ്റ്സ് വണ്ടി വഴിയാണെങ്കിൽ ഇത്രയും പ്ലാന്റ്സ് കൊടുത്തയക്കാൻ പറ്റുക. ഇനി നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് വന്നാൽ നമ്മൾ നേരിട്ട് ഈ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഒരൊറ്റ കോംബോ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് എല്ലാം നമ്മൾ തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ DTDC വഴിയാണെങ്കിൽ ഈ കവറൊക്കെ ഇങ്ങനെ തന്നെ നമ്മൾ കവർ ചെയ്ത് അയക്കും. പോട്ടിലുള്ള മാത്രം നമ്മൾ ഇതുപോലെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അയക്കും കേട്ടോ. അപ്പോൾ അതുകൂടാതെ ഒരു അടിപൊളി റെയർ വെറൈറ്റി പ്ലാന്റ്സിന്റെ 2 പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ബ്രിസ വൈറ്റ് നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് 4 പ്ലാന്റ് ആകെ കിട്ടിയിട്ടുള്ളൂ. അതിൽ 2 സോൾഡ് ഔട്ടായി. 2 പ്ലാന്റും കൂടി ഉണ്ട്. അതിൽ ഒരു പ്ലാന്റും കൂടി സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും ബ്രിസ പ്ലാന്റിന്റെ വൈറ്റിന്റെ നല്ല അടിപൊളി റെയർ പ്ലാന്റ് ആണ്. കോമൺ അല്ലാത്ത അത്രയും നല്ലൊരു ഹൈബ്രിഡ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. ബ്രിസ വൈറ്റ് വേണ്ടവർക്ക് ഒരാൾക്ക് കൂടി തരാൻ നമ്മുടെ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.